ഹായ് എവ്രി വൺ, വെൽക്കം ടു തമിഴ് കേരളം. അപ്പോൾ ഇത് മൺഡേ വൈകുന്നേരം തൊട്ട് എടുത്തിട്ടുള്ള വീഡിയോ ആണ്. പാചകം തുടങ്ങുന്നതിന് മുൻപ്, അതായത് ഡിന്നർ നമ്മൾ പ്രിപ്പയർ ചെയ്യണമല്ലോ, അപ്പോൾ അതിന് മുൻപ് കുറച്ച് ക്ലീനിങ് ഒക്കെ ഉണ്ടായിരുന്നു. സ്റ്റവൊക്കെ ഒന്ന് തുടച്ച് കൊടുത്തിട്ട് സ്ലാബൊക്കെ ഒന്ന് തുടച്ചതിന് ശേഷം ഡിന്നർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞങ്ങൾ നേരത്തെ ടെറസിലൊക്കെ പോയിട്ട് വന്നതിന് ശേഷമാണ് ഡിന്നറിൻ്റെ പണി തുടങ്ങുന്നത്. അപ്പോൾ 2 ദിവസം കൊണ്ട് നല്ല ക്ലൈമറ്റാണ്. ഇന്ന് ചെറിയ മഴയൊക്കെ ഉണ്ടായിരുന്നു, ചെറുതായിട്ട്. അപ്പോൾ ഇന്നലെയൊക്കെ നല്ല തണുത്ത കാറ്റായിരുന്നു. ചെറിയ ഇടിമുഴക്കൊക്കെ ഉണ്ടായിരുന്നാലും മഴ ഒന്നും പെയ്തിട്ടില്ലായിരുന്നു ഇന്നലെയൊക്കെ. ഇന്ന് ഉച്ച കഴിഞ്ഞതിന് ശേഷം ചെറിയ മഴ തുടങ്ങി, ചെറുതായിട്ട് നല്ല കാറ്റൊക്കെ, തണുത്ത കാറ്റാണ്. നമുക്ക് വളരെ ഹാപ്പിയാണ്. കാരണം 1-1.5 മാസം കൊണ്ട് ഭയങ്കര ചൂടാണല്ലോ. അപ്പോൾ ഇപ്പോൾ ചെറിയ മഴ പെയ്തപ്പോൾ ആ ക്ലൈമറ്റ് തന്നെ തണുത്ത ക്ലൈമറ്റായിട്ട് മാറി. അങ്ങനെ കിച്ചണെല്ലാം ഞാനൊന്ന് ക്ലീൻ ചെയ്ത് കൊടുത്തതിന് ശേഷം കുറച്ച് കൊഞ്ചുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഡിന്നറിന് കൊഞ്ച് ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതെടുത്തൊന്ന് വെള്ളത്തിലിട്ടു. ഇത് പപ്പ കൊണ്ടുവന്നതാണ്. അപ്പം ഞാനത് നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. കൊഞ്ചെല്ലാം ഇന്ന് ബിരിയാണി വെക്കുന്നില്ല, പകുതി എടുത്ത് മാറ്റി വെക്കാൻ പോവുകയാണ്. നാളെ കറി വെക്കാമല്ലോ. അപ്പോൾ ഒരു ബൗൾ നിറച്ചുണ്ടല്ലോ, അതുകൊണ്ട് പകുതി മാറ്റിയെടുത്ത് വെക്കുവാണ്. അപ്പോൾ അരി ഞാനൊന്ന് അളന്ന് നോക്കിയപ്പോൾ 2.25 കപ്പോളം അരി ഉണ്ടായിരുന്നു. ഇത് ജീരകശാല അരിയാണ്. അപ്പോൾ 2.25 കപ്പിന് പകുതി ബൗൾ നിറച്ചുള്ള കൊഞ്ച് മതി. അപ്പോൾ നാളെ കറി വയ്ക്കാനായിട്ട് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അരി വെള്ളത്തിൽ കുതിർത്തിട്ടിട്ടുണ്ട്. അതുപോലെ കൊഞ്ച് വളരെ ചെറിയ കൊഞ്ചാണ്. അപ്പോൾ ഇത് നല്ല ടേസ്റ്റുള്ള, വലുതിനെക്കാട്ടിലും ഈ മീഡിയം സൈസിലുള്ള കൊഞ്ചിലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഞാൻ വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഇനി അടുത്തതായിട്ട് സവോള റെഡിയാക്കണം. കുറേ ദിവസം കൊണ്ട് വിചാരിക്കുമായി കൊഞ്ച് കിട്ടുമ്പോഴൊക്കെ ബിരിയാണി ഉണ്ടാക്കണമെന്ന്. പക്ഷേ അവസാനം ഞാനത് കറിയാണ് വയ്ക്കുന്നത്. അങ്ങനെ കുറേ ദിവസം വിചാരിച്ച് ഇന്നായിരുന്നു കൊഞ്ച് ബിരിയാണി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് എടുത്ത് കറി വയ്ക്കാനായിട്ട് ഞാൻ എടുത്തതാണ്. പക്ഷേ വേറെ മീൻ കറിയൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് വൈകുന്നേരം വയ്ക്കാമെന്ന് വിചാരിച്ചു. അത് മാത്രമല്ല, ഇന്ന് ചേട്ടന് 2-3 കല്യാണ വീടൊക്കെ ഉണ്ട്. അപ്പോൾ ചേട്ടന് ബിരിയാണി വേണ്ട, ചേട്ടന് കൊഞ്ച് ബിരിയാണി ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ബാക്കിയുള്ളവർക്കൊക്കെ അത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ എടുത്ത് ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടുണ്ട്, അതുപോലെ ഓയിലും ചേർത്ത് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിൽ ഹോൾ സ്പൈസസ്, എണ്ണ ചൂടായതിന് ശേഷം ഞാൻ ഹോൾ സ്പൈസസ് ഇടുവാണ്. ഇത് കഴിഞ്ഞിട്ട് ഒരു 4-5 സവാള ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, നീളത്തിലരിഞ്ഞതാണ്. ഇത് ഞാനൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ സവാള നന്നായിട്ട് മുരിഞ്ഞ് കിട്ടുന്നത് വരെ ഇതൊന്ന് നമ്മൾ വാട്ടിയെടുക്കണം. അപ്പോൾ തക്കാളിയും റെഡിയായി. ഇനി അടുത്തതായിട്ട് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ ഇടയ്ക്ക് സവോള നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. അപ്പം മുരിഞ്ഞ് കിട്ടുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് ബിരിയാണിക്ക് ഉണ്ടാവുക. ഇനി ഈ തക്കാളി സ്മാഷായി കിട്ടുമ്പോൾ നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ മല്ലിയില, പുതിനയില ഇത് ഒന്നിച്ച് അരച്ച പേസ്റ്റ് നമുക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഫ്രഷായിട്ടുള്ള മല്ലിയിലയും പുതിനയിലയും ചേർത്ത് കൊടുത്താലും മതി. പക്ഷേ ഞാൻ എപ്പോഴും ഇങ്ങനെ അരച്ചാണ് ചേർക്കുന്നത്. കാണാൻ നല്ല കളർഫുള്ളായിട്ടുണ്ട്, ചെവല കളറും പച്ച കളറും. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം. ഇത് നന്നായിട്ട് മിക്സായതിന് ശേഷമാണ് നമ്മൾ കൊഞ്ച് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിന് കഴിഞ്ഞിട്ട് കുറച്ച് വെള്ളം ചേർത്തിട്ട് നമുക്ക് വേവിക്കണം. കാരണം കൊഞ്ച് വെന്ത് കിട്ടണമല്ലോ. കൊഞ്ച് പെട്ടെന്ന് വേവും. ഒരു 7-8 മിനിറ്റിനുള്ളിൽ തന്നെ കൊഞ്ച് നന്നായിട്ട് വെന്ത് കിട്ടും. കൊഞ്ച് എത്ര നമ്മൾ കഴുകിയാലും അതിൽ കുറച്ച് ചെറിയൊരു സ്മെല്ലുണ്ടാവും. അപ്പം ഞാൻ കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റൊക്കെ അല്പം കൂടുതലാണ് ചേർത്ത് അരച്ചിട്ടുള്ളത്. ഇനി ഇതിലൊരു 6-7 മിനിറ്റ് ഇതിൽ കിടന്ന് വേവുമ്പോൾ തന്നെ സ്മെല്ലൊക്കെ പോവും. ഇനി നമുക്ക് ആവശ്യമുള്ള മസാലപ്പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഞാൻ 1 സ്പൂൺ മല്ലിപ്പൊടി, അതുപോലെ 1 സ്പൂൺ മുളക് പൊടി, 3/4 സ്പൂണോളം ഗരം മസാല, പിന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, ഇതൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. ഞാനിതിൽ ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ചേർത്തിട്ടുണ്ട്. അതുപോലെ കുറച്ച് വെള്ളം ചേർത്ത് ഒന്ന് തിളപ്പിക്കാൻ വിട്ടിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ആവശ്യത്തിനുള്ള വെള്ളം അല്ലെങ്കിൽ തേങ്ങാപ്പാൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ 2 വെള്ളം കഴുകിയതിന് ശേഷം
മൂന്നാമതായിട്ടുള്ള വെള്ളമാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ നമുക്ക് വേണമെങ്കിൽ തേങ്ങാപ്പാലും ചേർത്ത് കൊടുക്കാം. പക്ഷേ കൊഞ്ചിനൊക്കെ തേങ്ങാപ്പാൽ ചേർത്തില്ലെങ്കിൽ നല്ല രുചി ഉണ്ടാകും. അപ്പം ഞാനിന്ന് തേങ്ങാപ്പാൽ എടുത്തിട്ടില്ല. എടുക്കാനായിട്ട് ഒരു ചെറിയ മടിയുണ്ടായി. വൈകുന്നേരം ഇനി തേങ്ങ പൊതിക്കണം, തേങ്ങാപ്പാൽ എടുക്കാനൊക്കെ ചെറിയ മടിയുണ്ടായതുകൊണ്ട് ഞാൻ എടുത്തില്ല. ഇപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ചു. ഈ സമയത്തിന് വെള്ളത്തിൽ കുതിർത്തിട്ടിരുന്ന അരി ഞാനൊന്ന് ഇതിൽ ചേർക്കുവാണ്. ഇനി ഒരു ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലൊരു അടപ്പിട്ടിട്ട് ഒരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ നമുക്ക് വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് ഇറക്കാം. അങ്ങനെ 15 മിനിറ്റിനുള്ളിൽ തന്നെ കൊഞ്ച് ബിരിയാണി റെഡിയായി. ഞാൻ ഇതിൻ്റെ പുറത്ത് ഇനി കുറച്ച് നെയ്യ് ചേർക്കുവാണ്. അതുപോലെ കുറച്ച് മല്ലിയിലയും ചേർക്കുന്നുണ്ട്. അപ്പോൾ സിമ്പിളായിട്ട് ഞാനിങ്ങനെ ബിരിയാണി ഉണ്ടാക്കുമ്പോഴൊക്കെ നെയ്യ് കൂടുതൽ ചേർക്കാറില്ല. സ്പെഷ്യൽ ഡേയ്സിലൊക്കെ ഉണ്ടാക്കുമ്പോഴാണ്, അല്ലെങ്കിൽ ഗസ്റ്റ് ആരെങ്കിലും വരുമ്പോഴൊക്കെയാണ് നെയ്യൊക്കെ കൂടുതൽ ചേർക്കുക. അല്ലാതെ മറ്റു ദിവസങ്ങളിലൊക്കെ ഞാൻ നെയ്യ് ചേർക്കത്തില്ല. അപ്പോൾ ഇന്ന് കുറച്ച് നെയ്യ് ചേർത്തിട്ടുണ്ട്. നല്ല മണമാണ് ബിരിയാണി. നല്ല പൂ പോലത്തെ കൊഞ്ച് ബിരിയാണി റെഡിയായി. അപ്പോൾ ഇതൊന്ന് തണുക്കട്ടെ. നന്നായിട്ട് തണുക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് നമുക്ക് അറിയാൻ പറ്റുക. അപ്പോൾ ചൂടോടെ കഴിക്കുമ്പം അത്രയ്ക്ക് ടേസ്റ്റ് അറിയാൻ പറ്റില്ല. അപ്പോൾ ഇപ്പോൾ തണുത്തിട്ടുണ്ട്. ഇനി ഞങ്ങൾ കഴിക്കാൻ പോവുകയാണ്. ഞാനും മക്കളും മാത്രമാണ്. ചേട്ടന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കല്യാണ വീടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് കഴിച്ചതിന് ശേഷം കിച്ചന് നേരത്തെ തുടച്ചതാണ്, എന്നാലും 1-2 പാത്രങ്ങളുണ്ട്. അതുപോലെ സ്റ്റവ് ഒന്നുകൂടി തുടച്ചു കൊടുക്കണം. അത്രയേ ഉള്ളൂ. ബിരിയാണി ഉണ്ടാക്കിയപ്പം ചെറുതായിട്ട് അവിടെ ഇവിടെയൊക്കെ തെറിച്ചിട്ടുണ്ടായിരുന്നു അടുപ്പിൻ്റെ മുകളിൽ. അതുകൊണ്ട് ഒന്ന് രാത്രി ചെറുതായിട്ടൊന്ന് നമുക്ക് തുടച്ചിടുമ്പോഴേ നാളെ കാലത്ത് നമുക്ക് ഫ്രഷായിട്ട് കുക്ക് ചെയ്യാനുള്ള മനസ്സുണ്ടാവും. അങ്ങനെ പിറ്റേന്ന് കാലത്തായി. ഇന്ന് കാലത്തോട്ട് തന്നെ നല്ല മഴക്കോളുണ്ട്. അപ്പം ചെറിയ മഴയൊക്കെ ഇന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇന്ന് പുട്ടാണ് കാലത്ത് ബ്രേക്ക്ഫാസ്റ്റിന്. തേങ്ങയൊക്കെ ചിരകിയല്ല, ഞാൻ മിക്സിയിലടിച്ചാണ് എടുക്കുന്നത്. അങ്ങനെ മിക്സിയിലടിച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പുട്ടൊന്ന് ആവിയിൽ കയറ്റാം. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്ന് പുട്ടിന് പഴം മാത്രമാണ്. പപ്പടം, ചെറുപയറൊക്കെ അതൊന്നുമില്ല. പഴം മാത്രമേ ഞാൻ എടുത്തു വെച്ചിട്ടുള്ളൂ. കഴിഞ്ഞ ആഴ്ച പപ്പ വന്നപ്പം ഒരു കൊല കൊണ്ടുവന്നായിരുന്നു. അത് നന്നായിട്ട് പഴുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നാണ് പഴം എടുക്കുന്നത്. അപ്പോൾ മക്കളിൽ ഒരാൾക്ക് ഇന്ന് കോളേജുണ്ട്. അപ്പോൾ അവർ പോകുന്നതിന് മുൻപ് തന്നെ എല്ലാം റെഡിയാക്കണം. ഞാനങ്ങനെ അതിനുവേണ്ടി പെട്ടെന്ന് ധൃതിയിൽ പുട്ടുണ്ടാക്കുവാണ്. ബാക്കി 2 ആളും വീട്ടിലാണ്. അപ്പോൾ വീട്ടിൽ പിള്ളേരൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് നല്ല ഹാപ്പി ഉണ്ടാവുമല്ലേ. അവരോട് കളിച്ചും ചിരിച്ചും തമാശ പറഞ്ഞും അങ്ങനെ സമയം നമുക്ക് പോവും. അപ്പോൾ എനിക്ക് പിള്ളേർക്ക് ലീവ് എന്ന് പറയുമ്പോൾ തന്നെ ഭയങ്കര ഹാപ്പിയാവും. ചിലപ്പോൾ ഇപ്പോൾ ഒരാൾ സ്കൂളും മറ്റ് 2 ആൾ കോളേജും ആയതുകൊണ്ട് എല്ലാവർക്കും ഒന്നിച്ച് ലീവ് കിട്ടാറില്ല. സ്കൂളുകാർക്ക് ലീവ് ആകുമ്പം കോളേജുകാർക്ക് ക്ലാസ് ഉണ്ടാവും. അങ്ങനെ മാറി മാറിയാണ് കിട്ടുന്നത്. അതുകൊണ്ട് കൂടുതലും പുറത്തൊന്നും പോകാനൊക്കെ പറ്റത്തില്ല. സമയം കിട്ടുമ്പോഴാണ്, എന്തെങ്കിലും ലീവ് ഉള്ളപ്പോഴാണ്, അല്ലെങ്കിൽ ഞായറാഴ്ച അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ പോകുന്നത്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി. ഞാനത് ടേബിളിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ആവശ്യമുള്ളവർ വന്ന് കഴിക്കട്ടെ. അപ്പോൾ ഉച്ചയായി. ചെറിയ മഴക്കോളുണ്ടെന്ന് കാലത്തെ ഞാൻ പറഞ്ഞു. പക്ഷേ ഇതുവരെ മഴയൊന്നും പെയ്തിട്ടില്ല. ചെറിയ ഇടിമുഴക്കമൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഉച്ചയ്ക്ക് കറി വെക്കാനായിട്ട് ഞാൻ ഇന്നലെ കുറച്ച് കൊഞ്ച് എടുത്ത് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ. അപ്പം അതാണ് ഇന്ന് കറി വെക്കുന്നത്. അതിനായിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് സവാളയും കുറച്ച് കരിവേപ്പിലയും ആയിട്ട് ഞാൻ വഴറ്റി കൊടുക്കുന്നുണ്ട്. മറ്റൊരടുപ്പത്ത് അവിയൽ റെഡിയായി. അതുപോലെ കുറച്ച് വെറും കറി എന്ന് പറഞ്ഞാൽ തേങ്ങാക്കറിയാണ്. ഞങ്ങളിവിടെ നാഗർകോവിൽ ഭാഗത്തൊക്കെ കൂടുതലും ഈ കറി ഉണ്ടാക്കും. ചിലരൊക്കെ ഒഴിച്ചുകൂട്ടാനെന്നൊക്കെ പറയും. ആ കറി അതും ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അവിയൽ റെഡിയായി, തേങ്ങാക്കറി റെഡിയായി. ഇനിയിപ്പോൾ ഇത് കൊഞ്ച് കറിക്ക് വേണ്ടി സവാള റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ച് തക്കാളി ഞാൻ ചേർത്ത് കൊടുക്കുവാണ്. ഇനി കുറച്ച് മീൻ ഇന്നലെ പൊരിച്ചതാണ്. ഇന്നലെ ഉച്ചയ്ക്ക് മീൻ പൊരിച്ചതാണ്. അത് കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു. അത് ഞാൻ ഫ്രിഡ്ജിൽ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതപ്പോൾ ഇനി കുറച്ച് അതൊന്ന് എണ്ണയിൽ ചൂടാക്കി എടുക്കണം. അപ്പോൾ അവിയൽ റെഡിയായി. ചെറുതായിട്ട് ചട്ടിയിൽ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ആക്കിയിട്ട് മാറ്റിയെടുക്കാം.
സവാളയും തക്കാളിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ മാറ്റി വെച്ച കൊഞ്ച് ഇതിൽ ചേർക്കുവാണ്. ഇത് നന്നായിട്ട് മിക്സാക്കി കൊടുത്തതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല ഇതൊക്കെ ചേർത്തിട്ട് ആവശ്യത്തിന് വെള്ളം അല്ലെങ്കിൽ തേങ്ങാപ്പാൽ. അപ്പം ഞാനിന്ന് തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. തേങ്ങാപ്പാലാണ് ചേർക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ മീൻ ഒരു വശത്ത് ഫ്രൈ ആകുന്നുണ്ട്. അയല മീനായിരുന്നു, ഇന്നലെ ഒരുപാട് ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ബാക്കി വന്നതാണത്. 2 ദിവസം കൊണ്ട് നല്ല തണുത്ത കാറ്റെന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ട് കിച്ചണിൽ നിൽക്കാനൊക്കെ അത്ര പാടായിട്ട് തോന്നുന്നില്ല. അല്ലെങ്കിൽ ഇപ്പോൾ ഈ സമയമൊക്കെ നന്നായിട്ട് വിയർത്ത് വഴിയുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇന്ന് വൈകുന്നേരം നല്ല മഴയുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ കൊഞ്ചിന് ഞാൻ ആവശ്യമുള്ള മസാല ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് മസാലയിലുള്ള പച്ചമണമൊക്കെ പോയതിന് ശേഷം ഞാനിതിൽ ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് തേങ്ങാപ്പാലാണ് ഒഴിക്കുന്നത്. ഇനി കറി ഒരു 2-3 തിളച്ച് ഒന്ന് കുറുകി വരുമ്പം പാകമാവും. അപ്പോൾ നമുക്ക് മാറ്റി വയ്ക്കാം. അങ്ങനെ ലഞ്ച് റെഡിയാക്കി. അവിയലും കൊഞ്ച് കറിയും പിന്നെ ഇന്നലെ പൊരിച്ച മീനും തേങ്ങാ കറിയും ഉണ്ട്. അതുപോലെ കുറച്ച് പുട്ടും ബാക്കിയുണ്ട്. കാലത്ത് എല്ലാം തീർന്നിട്ടില്ല, എല്ലാവരും കഴിച്ചിട്ടില്ല, കുറച്ചുണ്ടായിരുന്നു. അപ്പോൾ ഞാനതിൽ പഴം ഇട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് ചെറിയ ഉരുളകളായിട്ട് ഉരുട്ടി വെച്ചിട്ടുണ്ട്. അത് ഇപ്പോഴും ഉണ്ട്. പിള്ളേർക്കത് ഇഷ്ടമാണ്, അങ്ങനെ ഉരുട്ടി വയ്ക്കുന്നത് പിള്ളേർക്ക് ഇഷ്ടമാണ്. പക്ഷേ ഇന്ന് 2-3 ഉരുള ബാക്കി വന്നിട്ടുണ്ട്. അങ്ങനെ മഴ തുടങ്ങി. ചെറിയ മഴയാണ്, പക്ഷേ നല്ല തണുത്ത കാറ്റാണ്. ഞാൻ ജനലൊക്കെ തുറന്നിട്ടിട്ടുണ്ട്. അങ്ങനെ കൂടുതലും തുറക്കാറില്ല, ആവശ്യത്തിന് മാത്രമാണ് തുറന്നിടുന്നത്. പക്ഷേ ഇന്ന് നല്ല കാറ്റായതുകൊണ്ട് ജനലൊക്കെ തുറന്നിട്ടിരുന്നു. നല്ല തണുത്ത കാറ്റാണ്. ഇപ്പോൾ വൈകുന്നേരം ആയപ്പം വീടൊക്കെ ഒന്ന് തൂത്ത് കൊടുക്കുന്നുണ്ട്. മുറ്റമൊക്കെ നേരത്തെ അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെറിയ മഴ ആയതുകൊണ്ട് മഴ തുടങ്ങുന്നതിന് മുമ്പ് മുറ്റമൊക്കെ അടിച്ചു. അപ്പോൾ ഇനി വീട്ടിനകത്ത് ഇപ്പോൾ ഹാളാണ് തൂത്ത് കൊടുക്കുന്നത്. വീട്ടിനകത്ത് ഇനി തൂത്തൊക്കെ മാറ്റിയതിന് ശേഷം വൈകുന്നേരം ടെറസിൽ മഴ തീരുവാണെങ്കിൽ ടെറസിലേക്ക് പോകണം. അല്ലെങ്കിൽ ഇന്ന് ടെറസിലേക്ക് പോകേണ്ട ആവശ്യമില്ല. അല്ലെങ്കിലും ടെറസിൽ ചെടികൾക്ക് വെള്ളം ഒഴിക്കണ്ടല്ലോ, ഒന്ന് ചുമ്മാ വെറുതെ ഒന്ന് പോകുന്നതാണ്. അങ്ങനെ രാത്രി ആയപ്പം വീണ്ടും കിച്ചണിലെ പണി തുടങ്ങി. അപ്പോൾ കിച്ചണിലെ പണി ഒരിക്കലും നമുക്ക് തീരത്തില്ല, എപ്പോഴും എന്തെങ്കിലും പണിയുണ്ടാവും. ഇപ്പോൾ മോളാണ് ഇത് പാത്രം കഴുകുന്നത്. ഇന്ന് ഒരുപാട് പാത്രമില്ല, ഞാൻ ഉടനെ തന്നെ എല്ലാം കഴുകി മാറ്റി. അപ്പോൾ കുറച്ച് പാത്രങ്ങളുണ്ടായിരുന്നത് രണ്ടാമത്തെ മോളാണ് കഴുകുന്നത്. ഞാൻ സ്റ്റൗവും എല്ലാം തുടച്ചു കൊടുത്തിട്ടുണ്ട്, സ്ലാബും എല്ലാം നീറ്റാക്കിയിട്ടുണ്ട്, പാത്രങ്ങളെല്ലാം കഴുകി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇതുപോലെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയ വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.